അങ്ങനെ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ത് വിചാരിച്ചോ അത് രാജ്യത്ത് നടപ്പിലാവുന്നു. കുറച്ച് സമയമെടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കരടായാൽ അദ്ദേഹം മാറ്റിയിരിക്കും. അതെത്ര വലിയവനായാലും അദ്ദേഹം മാറ്റിയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ചെറിയ ആളാണെങ്കിലും നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം സംരക്ഷിച്ചിരിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ത്യയിൽ നീറ്റിൻ്റെ എക്സാം നടത്തി നാറ്റിച്ചു. നീറ്റ് പോയിട്ട് എക്സാമായി. CBSE എക്സാം നടത്തി നാറ്റിച്ചു. UGC എക്സാം നടത്തി, ആ എല്ലാ എക്സാമും അയാൾ നാറ്റിച്ചു. അപ്പോഴേ മോഡി നോക്കി വെച്ചിരിക്കുക ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് ചെയ്യാനെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് BJPക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരം വന്നു. കേന്ദ്ര മന്ത്രിസഭ അഴിച്ചു പണിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജോർജ് കുര്യൻ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിയും MP-യിൽ നിന്നുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള നോമിനേറ്റഡ് MP-യുമായ ജോർജ് കുര്യൻ രാജിവെച്ചു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇനിയും 3 വർഷം വേണമെങ്കിൽ ഇരിക്കാം, മോഡി ഇരിക്കുന്നത് വരെ ഇരിക്കാം. പക്ഷേ പുള്ളി രാജ്യസഭ സീറ്റിൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് പുള്ളി രാജിവെച്ചു. അത് V മുരളീധരനായിരുന്നു നേരത്തെ മന്ത്രി, അൽഫോൺസ് കണ്ണന്താനവുമായിരുന്നു. ഇനിയിപ്പോൾ പുതിയ മന്ത്രി എടുക്കണം. കേരളത്തിൽ നിന്ന് പുതിയ മന്ത്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ന്യൂനപക്ഷത്തിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ, നേരത്തെ ന്യൂനപക്ഷത്തിന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ രീതിയിൽ ന്യൂനപക്ഷത്തിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ അനൂപ് ആൻ്റണിയുണ്ട്, തിരുവല്ലയിൽ മത്സരിച്ച അനിൽ ആൻ്റണിയുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അനിൽ ആൻ്റണിയുണ്ട്, അനൂപ് ആൻ്റണിയുണ്ട്. അങ്ങനെ ഒരു കൃത്യമായ ഒരു ക്രിസ്ത്യൻ മുഖത്തിന് തന്നെ കൊടുക്കണം എന്നുള്ളെങ്കിൽ ഇതിൽ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും. ഏറ്റവും കൂടുതൽ മുൻതൂക്കം അനൂപ് ആൻ്റണിക്കാണ്. അതേസമയം ഹിന്ദുക്കളിൽ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ K. സുരേന്ദ്രനുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്. അവർക്കും സാധ്യത തള്ളിക്കളയാവുന്നതല്ല. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഈ ജൂൺ അവസാനം നടക്കുന്നു. അതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി മറ്റാരെങ്കിലും ആ വകുപ്പിൽ കൊണ്ടുവരും. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നെ സംഘടനാ പ്രവർത്തന സ്ഥലത്തിലേക്ക് പറഞ്ഞു വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ കോക്രോച്ച് പാർട്ടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ സമരം വിജയിച്ചു എന്ന് തന്നെ പറയാം. അവർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വലിയ സമരം നടത്തി, ആ സംഘർഷത്തിലേക്കൊക്കെ പോയി. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അവർ സമരത്തിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ അവർക്ക് ഒരു സമരത്തിൻ്റെ ഭാഗമായി ഈ ദീപ് കെക്ക്, ഈ അഭിജിത്ത് ദീപ് കെക്ക് തല്ല് കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന് ചെകിട്ടത്തും മുഖത്തുമൊക്കെ നല്ല തല്ല് കിട്ടുകയും ചെയ്തു. ഈ കോക്രോച്ച് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി പങ്കെടുത്തിട്ട് പോകുമ്പോൾ ഹിന്ദു സംഘടനകൾ അദ്ദേഹത്തെ തല്ലി, ഹിന്ദു പരിവാർ സംഘടനകൾ തല്ലി. അങ്ങനെ വളരെ വലിയ വിവാദമായിട്ടുള്ള ഒരു നായകനായി അഭിജിത്ത് ദീപ് കെ മാറിയിട്ടുണ്ട്. എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ്. സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ന്യൂജൻ കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് അഭിജിത്ത് ദീപ് കെ അങ്ങനെ ഒതുങ്ങുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് നമ്പറുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ആക്കണം എന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടിയ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിലാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അപ്പോഴാണ് കോക്രോച്ച് പാർട്ടിയുടെ ഒരു നിലപാട്, കൃത്യമായൊരു നിലപാട് വർക്കൗട്ട് ചെയ്യുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അടുത്ത അവരുടെ ലക്ഷ്യം മോദിയാണ്. അവർ അത് പറയാതെ പറയുന്നു. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുമെന്നുള്ള വലിയ ഒരു അന്വേഷണത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കോക്രോച്ച് പാർട്ടി. കോക്രോച്ച് പാർട്ടിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്ത്യയിലെ പല പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും കോക്രോച്ച് പാർട്ടിക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. അത് ന്യൂജൻ പാർട്ടി എന്നുള്ള നിലയിൽ, ഇസഡ്ജൻ പാർട്ടി എന്നുള്ള നിലയിൽ വലിയ സ്വാധീനമാണ് ന്യൂജൻ്റെയും ഇസഡ്ജനിൻ്റെയും മേഖലയിൽ ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ പ്രായം കുറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരികൾക്കുമിടയിൽ വലിയ തോതിലാണ് ഈ അഭിജിത്ത് ആപ്കേക്ക് സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരും ആഹ്വാനം ചെയ്യാതെ, അല്ലെങ്കിൽ പണമൊന്നും കൊടുക്കാതെ, ആഹ്വാനം ചെയ്യാറുണ്ട്, പണമൊന്നും കൊടുക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതൊരു കോസിന് വേണ്ടി, സോഷ്യൽ കോസിന് വേണ്ടി എല്ലാവരും ഒത്തുകൂടുകയാണ്. അതൊരു പൊളിറ്റിക്കൽ കോസാക്കി മാറ്റുന്നത് എങ്ങനെ എന്നുള്ള ചിന്തയിലാണ് നമ്മുടെ ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതാവ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്, കോക്രോച്ച് പാർട്ടി ഇത് കടുപ്പിക്കുമോ? അങ്ങനെ കടുപ്പിക്കുമ്പോൾ രാജ്യത്തെ ഏതെല്ലാം പട്ടണങ്ങൾ, ഏതെല്ലാം സ്ഥലങ്ങൾ അതിനാവശ്യമായ സന്നാഹം ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ അലകൾ ഉണ്ടാവുക? അതിന് BJPയുടെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ട കാര്യമുണ്ട്. എന്തായാലും കോക്രോച്ച് പാർട്ടി കൃത്യമായി, കോക്രോച്ച് ജനതാ പാർട്ടി CJP കൃത്യമായിട്ട് അടിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ
പല കാരണങ്ങളാൽ CJPയുടെ തല്ല് വരുമ്പോൾ ആ തല്ലിൽ നിന്ന് രക്ഷപ്പെടാനും കൂടെ വേണ്ടിയാണ് ധർമ്മേന്ദ്ര പ്രധാനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹത്തെ മാത്രമല്ല മാറ്റുന്നത്, ഒരു ഷഫിളിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്ന ഒരു പുതിയ മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാകും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് വലിയ അവസരം കിട്ടുകയും ചെയ്യും.